കുട്ടികളുടെ അടുത്ത് ചൂടാവാതിരിക്കാൻ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ടിപ്പ് പറഞ്ഞു തരട്ടെ. നമ്മുടെ കുട്ടികൾ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും അനുസരണക്കേട് കാണിക്കുമ്പോഴോ ഒക്കെ ആയിരിക്കും നമുക്ക് ദേഷ്യം വരിക, ഷൗട്ട് ചെയ്യുക, ചൂടാവുകയൊക്കെ ചെയ്യാം. പക്ഷേ ഈ ഒരു സമയത്ത് നമ്മൾ കോൺഷ്യസ്ലി ഒന്ന് ആലോചിക്കുക, ഈ ഒരു കുട്ടി മനഃപൂർവ്വമാണോ ഇത് ചെയ്യുന്നത് എന്നുള്ളത്. മോസ്റ്റ് പ്രോബബിലി ഇതിന്റെ ഉത്തരം നോ എന്നായിരിക്കും. കുട്ടി ഒരിക്കലും കോൺഷ്യസ്ലി അല്ല ഈ കാര്യങ്ങളൊന്നും ചെയ്യുന്നത്. കുട്ടി എന്നുള്ളത് ഒരു ലേണിംഗ് സ്റ്റേജിലാണ് നിൽക്കുന്നത്. കുട്ടി ഇപ്പോഴും കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളെന്ന വ്യക്തിയെ ബുദ്ധിമുട്ടിക്കണം എന്നോ ഇറിറ്റേറ്റ് ചെയ്യിപ്പിക്കണം എന്നോ ഒന്നും ആലോചിച്ചിട്ടല്ല കുട്ടി കാര്യങ്ങളൊന്നും ചെയ്യുന്നത്. സോ നമ്മൾ കോൺഷ്യസ്ലി അവെയർ ആവുക, ഈ ഒരു കുട്ടി ബോധപൂർവം അല്ല ഈ കാര്യങ്ങൾ ചെയ്യുന്നത് എന്നുള്ള കാര്യത്തെക്കുറിച്ച് നമ്മൾ കോൺഷ്യസ്ലി അവെയർ ആവുക. ഈ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുന്ന സമയത്ത് നമുക്കുള്ളിലെ ദേഷ്യം കുറച്ചും കൂടെ സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് തുടങ്ങും എന്നുള്ളതാണ്. കുട്ടിയുടെ അടുത്തുനിന്ന് ഫുഡൊക്കെ നിലത്ത് വീണാൽ നമുക്ക് ദേഷ്യമാണ് വരിക. അപ്പം പഴയ നമ്മളാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ചൂടാവും. ഇത്ര കെയർലെസ് ആയിട്ടാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത്, ശ്രദ്ധിച്ച് ചെയ്യണ്ടേ, എന്തിനാ ഇങ്ങനെ എപ്പോഴും നിലത്ത് ഇടുന്നത് എന്നൊക്കെ ചോദിച്ചിട്ട് നമ്മൾ ചൂടാവും. പക്ഷെ ഇപ്പം നമ്മൾ കോൺഷ്യസ്ലി അവെയർ ആവാം. കുട്ടി മനഃപൂർവ്വം നിലത്തിട്ടതല്ല, കുട്ടിയുടെ അടുത്തുനിന്ന് വീണ് പോയതാണ്. സോ ആ ഒരു കാര്യം നമ്മൾ കോൺഷ്യസ്ലി അവെയർ ആവാം. എന്നിട്ട് ചൂടാവുന്നതിന് പകരം കോൺഷ്യസ്ലി നമ്മൾ എന്ത് ചെയ്യാം, കുട്ടിയുടെ അടുത്ത് പറയാം, ഓക്കെ സാരല്ല, ഇത് നമുക്ക് ഒരുമിച്ചിട്ട് ക്ലീൻ ചെയ്യാം എന്നുള്ള കാര്യം പറയാം. സോ നമ്മൾ ഇതേപോലെ നമ്മളുടെ കുട്ടിയുടെ ഭാഗത്ത് നിന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്ന സമയത്ത് നമുക്കുള്ളിലെ ദേഷ്യം കുറച്ചും കൂടെ സോഫ്റ്റ് ആവാനും നമുക്ക് കുറച്ചും കൂടെ കാം ആവാനും പറ്റും എന്നുള്ളതാണ്. സോ ഇനി മുതൽ കുട്ടിയുടെ അടുത്ത് എപ്പോഴെങ്കിലും ദേഷ്യപ്പെടണം എന്ന് തോന്നുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവുന്ന സമയത്ത് ഒന്നിരുന്ന് ആലോചിക്കുക, കോൺഷ്യസ്ലി ആലോചിക്കുക, കുട്ടി മനഃപൂർവ്വമാണോ ഇത് ചെയ്യുന്നത് എന്നുള്ളത്. സോ നമ്മൾ കോൺഷ്യസ്ലി അവെയർ ആവുന്ന സമയത്ത് നമുക്ക് കുറച്ചും കൂടെ ബോൾഡ് ആയിട്ടുള്ള ഡിസിഷൻ എടുക്കാനും കുറച്ചും കൂടെ കാം ആയിട്ട് റിയാക്ട് ചെയ്യാനും പറ്റും എന്നുള്ളതാണ്. ഈ ഒരു ടിപ്പ് 7 days ഫോളോ ചെയ്താൽ തന്നെ നിങ്ങളുടെ ലൈഫിൽ മാജിക്കൽ ആയിട്ടുള്ള ചേഞ്ചസ് നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. സോ ഇതേപോലെയുള്ള കൂടുതൽ പാരന്റിംഗ് ടിപ്സ് അറിയാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്ത് വെച്ചേക്കാം. ബൈ.